എറണാകുളം കരുവേലിപ്പടി താലൂക്ക് ആശുപത്രിയിൽ തെരുവുനായ ശല്യം രൂക്ഷമാണ്. കെട്ടിടത്തിനകത്ത് രോഗികളുള്ള വാർഡിൽ പോലും തെരുവുനായ്ക്കൾ സ്വൈരവിഹാരം നടത്തുകയാണ്. ആശുപത്രിയിൽ നഴ്സിംഗ് അസിസ്റ്റന്റ് റഷീദിനെ പട്ടി കടിച്ചു. ഒരു കാലത്ത് നല്ല നിലയിൽ പ്രവർത്തിച്ച ആശുപത്രി ഇന്ന് ശോചനാവസ്ഥയിലുമാണ്. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സൂപ്രണ്ട് ഇടപെടുന്നില്ല എന്നതാണ് നാട്ടുകാരുടെ പരാതി. റാംഷാ CP അവിടെ നിന്ന് തയ്യാറാക്കിയ റിപ്പോർട്ട് കൂടി കാണാം. എനിക്ക് പിന്നിലായി കാണുന്നതാണ് കൊച്ചി കോർപ്പറേഷന് കീഴിലുള്ള ഗവൺമെന്റ് മഹാരാജാസ് താലൂക്ക് ആശുപത്രി. കരുവേലിപ്പടിയിലാണ് ഈ ആശുപത്രി സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ പ്രധാനമായും ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം തെരുവ് നായ എന്നതാണ്. കോമ്പൗണ്ടിനകത്ത്, ആശുപത്രിയുടെ കോമ്പൗണ്ടിനകത്ത് ആകെ തെരുവ് നായയുടെ വലിയ ശല്യമാണ്. നമ്മൾ ഈ കാണുന്നത് വാച്ച്മാൻ ക്യാബിനാണ്. ഇതിനകത്ത് തന്നെ ഒരു തെരുവ് പട്ടി കിടക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഇത് മാത്രമല്ല, ഈ ആശുപത്രി കെട്ടിടത്തിനകത്ത് ഈ തെരുവ് പട്ടിയുടെ ശല്യം രൂക്ഷമാണ് എന്നതാണ് നാട്ടുകാർ പറയുന്നത്. ശല്യം എന്ന് പറഞ്ഞാൽ വലിയ ശല്യം തന്നെയാണ്. ഇവിടുത്തെ സ്റ്റാഫുകൾക്ക് പോലും മനസ്സമാധാനത്തോടെ ഡ്യൂട്ടിക്ക് വരാൻ കഴിയാത്ത അവസ്ഥയാണ്. ഇതിനെതിരെ ഞങ്ങൾ കൊച്ചി തക്കിയ കൂട്ടായ്മ അധികാരികൾക്ക് പലതവണ പരാതി കൊടുത്തിട്ടുള്ളതാണ്. പക്ഷേ പരാതി കൊടുക്കുമ്പോൾ ഇവിടെ ഇന്ന് രാവിലെ വന്നിരുന്നു ഡോസ് കോഡ് വന്നിട്ട് കടിച്ച പട്ടിയെ പിടിക്കാൻ വേണ്ടി വന്നത്. പക്ഷെ കടിച്ച പട്ടിയെ തിരിച്ചറിയാൻ പറ്റില്ല. പട്ടിയൊക്കെ പല രൂപ ഒരിക്കില്ല. പക്ഷെ അതുകൊണ്ട് പിടിക്കാൻ പറ്റാതെ പോയി. കുഞ്ഞുങ്ങളെ കൊണ്ട് തള്ള കടിച്ച പട്ടി ഇപ്പോഴും ഇവിടെ ഉണ്ട്. കഴിഞ്ഞ ദിവസം ഇവിടെ MLA-യും മറ്റേ മേയർ ഇവരും ഒക്കെ വന്ന സമയത്ത് പട്ടികൾ ഇഷ്ടംമാതിരി ഉണ്ടായിരുന്നു. അവരും കൂടി കണ്ടതാണ്. ഈ കാഴ്ചകളൊക്കെ നേരിട്ട് കണ്ടതാണ്. നാട്ടുകാർ ഞങ്ങൾ കൊച്ചി തക്കിയ കൂട്ടായ്മ നിരന്തരം ഈ പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നു. ബഹുമാനപ്പെട്ട MP-യുടെയും MLA-യുടെയും മറ്റുള്ള ജനപ്രതിനിധി ഉദ്യോഗസ്ഥരുടെയൊക്കെ നിരന്തരം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരു പോംവഴി കറക്റ്റായിട്ട് വരുന്നില്ല. ഹോസ്പിറ്റലിലെ ശോചനീയാവസ്ഥ അതിഗുരുതരമാണ്. ബഹുമാനപ്പെട്ട സൂപ്രണ്ടിനോട് നിരവധി തവണ പറഞ്ഞു. ഈ സൂപ്രണ്ട് മുഖേന ഒരുപാട് കോടിക്കണക്കിന് രൂപ ലാപ്സ് ആട്ടണമെന്നാണ് പറഞ്ഞത്. ഇപ്പം ഞങ്ങൾ അന്വേഷിച്ചു കൊടുക്കണം. ബഹുമാനപ്പെട്ട MP കോടിക്കണക്കിന് രൂപ മുടക്കാൻ ഇതിനകത്ത് തയ്യാറായതാണ്. പക്ഷേ സൂപ്രണ്ടിൻ്റെ ഒറ്റ കഴിവ് കേടുകൊണ്ട് മാത്രമാണ് ഇത് ലാപ്സായി പോകുന്നതെന്നാണ് ഞങ്ങളൊരു പക്ഷം പറയുന്നത്. പുറകുവശത്തെ ദൃശ്യങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞാൽ അത് ഒരു ആശുപത്രി തന്നെയാണോ എന്ന് സംശയിക്കുന്ന നിലയിലാണ് ഈ ആശുപത്രിയുടെ ഒരു ശോചനീയാവസ്ഥയുള്ളത്. ഈ നാട്ടുകാർ പറഞ്ഞതുപോലെ കെട്ടിടങ്ങളെല്ലാം വർഷങ്ങൾ പഴക്കമുള്ള കെട്ടിടമാണ്. അതെല്ലാം പലതും തകർന്നു വീഴാൻ കാത്തു നിൽക്കുന്നത് പോലെയുള്ള കെട്ടിടങ്ങളാണ്. ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം. അതിൻ്റെ ഓടുകളെല്ലാം ഇളകി മാറിയ കെട്ടിടങ്ങൾ ഉൾപ്പെടെ ഉണ്ട്. ഇത്തരം കെട്ടിടങ്ങളിൽ പോലും ഇപ്പോൾ രോഗികൾക്ക് ചികിത്സ നൽകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതോടൊപ്പം തന്നെ ഈ തെരുവുനായ നമ്മളിവിടെ കയറി വന്നപ്പോൾ ഈ ആശുപത്രി കെട്ടിടത്തിനകത്ത് പോലും കയറിപ്പോകുന്ന, അതായത് മുറികളിലൂടെ കയറി ഇറങ്ങുന്ന തെരുവ് നായ്ക്കളെ ഉൾപ്പെടെ നമുക്കിവിടെ നിന്നും കാണാൻ കഴിഞ്ഞു. ഇതിൽ അടിയന്തരമായ ഒരു നടപടി വേണം എന്നതാണ് നാട്ടുകാരുടെയും ആവശ്യം. കൊച്ചിയിൽ നിന്നും വീഡിയോ ജേർണലിസ്റ്റ് സബിൻ ജത്തിലിനൊപ്പം റിപ്പോർട്ടർ റാംഷാ CP, റിപ്പോർട്ടർ കൊച്ചി.